ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ബെല്ലൂഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ആപ്പായ സന്ദേശ് ആപ്പിനെ കുറിച്ചാണ്. ആൻഡ് ഇന്ത്യൻ വേർഷൻ ഓഫ് വാട്സാപ്പ് എന്നാണ് ഈ സന്ദേശ് ആപ്പിന് ഇന്ത്യക്കാർ നൽകിയിരിക്കുന്ന ഒരു പേര്. അതായത് നമുക്കിനി വാട്സാപ്പിന് പകരമായി യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇന്ത്യൻ വേർഷനാണ് ഈ ഒരു സന്ദേശ് ആപ്പ് എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു സന്ദേശ് ആപ്പ് നമ്മളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഒരു ഓവറോൾ വർക്കിംഗ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിവിധ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പായി നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ സെർച്ച് ബാറിലായിട്ട് സന്ദേശ് എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സന്ദേശ് ആപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ സന്ദേശ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നതായിരിക്കും. ഈ കാണുന്ന ഐക്കണുള്ള ആപ്ലിക്കേഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിടുക നിങ്ങളുടെ മൊബൈലിലോട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ ഒരു ലിങ്ക് കയറി പോയാൽ തന്നെ ആ ഒരു ആപ്പിലോട്ട് പോകുന്നതായിരിക്കും. അതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരുന്നുണ്ടാവും. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് എനിക്കിവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്പൺ ആണ് വീണ്ടും ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ചോദ്യം വരുന്നുണ്ടാവും. നമുക്ക് എന്തായാലും ഇതൊന്ന് ഓക്കെ കൊടുത്തേക്കാം. അതിന് ശേഷം ഇങ്ങനെ ഒരു പോപ്പപ്പ് വരുന്നുണ്ടാവും. ഇതെന്തായാലും അലൗ കൊടുക്കണം. നമ്മൾ സാധാരണ വാട്സാപ്പ് ചെയ്യുമ്പോഴും ഇതുപോലെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇതും അലൗ കൊടുക്കാം. റെക്കോർഡ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അലൗ കൊടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം അലൗ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണിത് എന്നുള്ളത് എഴുതി കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ മൊബൈൽ നമ്പർ എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ എന്തായാലും മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് ഐ എഗ്രി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ഒരു അത് എന്ന് പറഞ്ഞാൽ ഒരു ബട്ടണാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്യുന്നു. അതിന് ശേഷം ഞാൻ ഗെറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഗെറ്റ് OTP കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിലോട്ട് ഈ കൊടുക്കുന്ന മൊബൈൽ ഫോണിലോട്ട് ഒരു പിന്ന് വരുന്നതായിരിക്കും. ആ ഒരു OTP പിന്ന് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും OTP വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിപ്പോൾ അലൗ കൊടുക്കാൻ പോവാണ്. അലൗ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു OTPയിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. നമ്മൾ സാധാരണ കൊടുക്കാറുണ്ടല്ലോ വാട്സാപ്പിലൊക്കെ പേര്. അതുപോലെ പേര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. പിന്നെ ഇവിടെ ജെൻഡറൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് വാട്സാപ്പിൽ നമുക്ക് ജെൻഡറൊന്നും ചോദിക്കാറില്ല. ഇവിടെ ജെൻഡറൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മെയിൽ കൊടുത്തു. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. DP സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും അതൊന്നും സെറ്റ് ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും നെക്സ്റ്റ് കൊടുത്തു പോവാണ്. അപ്പോൾ പേര് ഇവിടെ വാലിഡ്. നമുക്ക് വാട്സാപ്പിലാണെങ്കിൽ ഇതുപോലെ ഹാഷ്ടാഗ് ഒക്കെ കൊടുക്കാം. ഇവിടെ അത് പറ്റില്ല എന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും അപ്പോൾ VIS എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സാണ് ഞാൻ ചുമ്മാ കൊടുക്കുന്നത്. ഇനി എന്തായാലും ഞാൻ നെക്സ്റ്റ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം, ഈ ഒരു ചോദ്യം എന്താ അവർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ആപ്പുമായിട്ട് നമ്മളുടെ കോൺടാക്ട്സിനെ സിങ്ക് ചെയ്തോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓക്കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ, അതായത് സിങ്ക് എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ കോൺടാക്ട്സിലുള്ള ആരൊക്കെയാണോ ഈ സന്ദേശ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അവരെല്ലാം നമുക്ക് നമ്മുടെ ലിസ്റ്റിലായിട്ട് കാണിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ എന്തായാലും അത് സ്കിപ്പാണ് കൊടുക്കുന്നത്. നിങ്ങൾ സിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കോൺടാക്ട്സ് എല്ലാം തന്നെ സിങ്കായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു ആപ്പിലുള്ളത് എന്നെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് താഴെയായിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്, ഡിസേബിൾ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് ചുമ്മാ ഓക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ബാറ്ററി എത്രത്തോളം അവർ വർക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഓടണോ എന്നൊക്കെ ഉള്ളതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് മെസ്സേജ് വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്നതായിരിക്കും അത് ഓക്കെ കൊടുത്താൽ. അപ്പോൾ എന്തായാലും ഇതുപോലെയാണ് നമുക്കിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ആദ്യം തന്നെ നമുക്ക് വരുന്നത് സന്ദേശിൽ നിന്ന് ഒരു മെസ്സേജാണ്. ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്ന മെസ്സേജ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ മൊബൈൽ SMS ഉണ്ടല്ലോ, മെസ്സേജിങ്, ആ ഒരു SMS-ൻ്റെ രീതിയിലാണ് എനിക്കിപ്പോൾ കാണുമ്പോൾ തോന്നുന്നത്. സാധാരണ നമ്മുടെ മെസ്സേജൊക്കെ അയക്കുന്ന രീതിയാണ്. അതുപോലെ കളർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വാട്സാപ്പിൽ വരുന്ന ഒരു ഗ്രീനും വൈറ്റും ആയിട്ടാണ്. ഇതിലെന്ന് പറയുമ്പോൾ ഒരു ബ്ലൂവും വൈറ്റും ആയിട്ടാണ് വരുന്നത്. കോൺടാക്ട്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കോൺടാക്ട്സിൽ ആരും തന്നെ കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ സിങ്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു. ഒരു പക്ഷേ അതായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട്സിലുള്ള ആരും തന്നെ സന്ദേശ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. അതായിരിക്കും മറ്റൊരു കാരണം.
ഇനി ഇവിടെയായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു കോൺടാക്റ്റിൻ്റെ അടുത്ത് ഒരു പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ കാണുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം. അത് ഞാൻ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് എനിക്ക് ഇമെയിൽ ഐ ഡി വെച്ചിട്ട് അല്ലെങ്കിൽ കോൺടാക്റ്റ് നമ്പർ വെച്ചിട്ടൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും ആൾക്കാരെ. അതുപോലെ എനിക്കിവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ്സിൽ പോയിട്ട് വേണം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. പിന്നെ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കുക. ഇനി നിങ്ങൾക്ക് പുതിയ ഡി പി വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിലോട്ട് പോയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അവിടെ VI എന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടല്ലോ ഇവിടെ വീണ്ടും ഇതെല്ലാം മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സാധാരണ സ്റ്റാറ്റസ് നമ്മുടെ വാട്സാപ്പിൽ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്, അപ്ഡേറ്റ് യുവർ സ്റ്റാറ്റസ് എന്നുണ്ട്. നമുക്കിത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കാണുന്ന പോലെ തന്നെ ഓൺ ലീവ്, ഓൺ വെക്കേഷൻ എല്ലാം തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഓൾമോസ്റ്റ് നമ്മുടെ വാട്സാപ്പുമായിട്ട് സിമിലർ തന്നെയാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ലിങ്ക് ആധാർ എന്ന് പറഞ്ഞിട്ട് കൂടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതെന്തിനാണെന്നുള്ളത് നമുക്കും ഒരു പിടിയുമില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം വഴിയെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ലിങ്ക് ചെയ്യേണ്ടത് എന്നൊക്കെ. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ മനസ്സിലാവുന്നതായിരിക്കും. ഇനി എന്തായാലും നമുക്കൊന്ന് ബാക്കിലോട്ട് പോയി നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബാക്കപ്പ് ഉണ്ട്. നമ്മൾ സാധാരണ വാട്സാപ്പിൽ ബാക്കപ്പ് ചെയ്യാറുണ്ട് നമ്മുടെ മെസ്സേജുകൾ. അത് നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീക്ക്ലി ആയിരിക്കും, ചിലപ്പോൾ മന്ത്ലി ഒക്കെ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് ബാക്കപ്പ് ചെയ്യട്ടെ എന്ന്. അതുപോലെ തന്നെയാണ് കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബാക്കപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ബാക്കപ്പ്, മെസ്സേജ് ബാക്കപ്പ് എല്ലാം തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു കോൺടാക്ട്സിനെ സിങ്ക് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ശേഷം സിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മാനേജ് കോൺടാക്റ്റ് പോവാം. അതിന് ശേഷം നമുക്കിവിടെ ഫോൺ ബുക്ക് സിങ്ക് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സിങ്ക് ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ സിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മുടെ കയ്യിലുള്ള പുതിയ കോൺടാക്ട്സും എല്ലാം തന്നെ ഇതിലോട്ട് സിങ്ക് ആവുന്നത് നിങ്ങൾക്ക് കാണാം, കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് സിങ്ക് ആയതിന് ശേഷം നമുക്ക് ഇതുപോലെ വീണ്ടും ഇങ്ങനെ ഓപ്പണായി വരുന്നതായിരിക്കും. ചാറ്റ് സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഇനി ഇവിടെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്ട്സിൽ ആരൊക്കെ ഈ സന്ദേശ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കാൻ സാധിക്കുക. അതിനായിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഒരു സെർച്ച് ബട്ടണാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ആയിട്ട് എൻ്റെ കുറച്ച് കോൺടാക്ട്സ് എല്ലാം കാണുന്നുണ്ട്, അവരുടെയൊക്കെ പേരുകളും കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഇതുപോലെ കയറി, അപ്പോൾ എൻ്റെ കോൺടാക്ട്സിൽ കയറിയിട്ട് എനിക്കിതുപോലെ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഹായ് ടെസ്റ്റിംഗ് എന്ന് ചുമ്മാ ഒന്ന് അയച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ മെസ്സേജ് പോയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിവിടെ TT എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോർമാറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ബോൾഡ്, ഇറ്റാലിക്സ് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം. കണ്ടല്ലോ, ഇതിൽ നമുക്ക് കളർ വരെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ടെക്സ്റ്റിൻ്റെ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഇതൊന്ന് അയച്ചു. ഇനി നിങ്ങൾക്ക് ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലുമൊക്കെ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്ലസ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ കണ്ടല്ലോ. ആ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഗാലറി സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ അയക്കാവുന്നതാണ്. അതുപോലെ ഫയൽസ് കാര്യങ്ങൾ എല്ലാം തന്നെ അയക്കാം. ക്യാമറ അപ്പം തന്നെ എടുത്ത് അയക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതെല്ലാം നമ്മൾ സാധാരണ വാട്സാപ്പിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ അതുപോലെ നമുക്കിനി നമ്മുടെ അക്കൗണ്ടിലായിട്ട് വേറെ സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ആപ്പ് സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ സെൻഡ്, റീഡ് റെസീറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അതായത് അവിടെ എത്തിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെസ്സേജ് വായിച്ചു എന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാതിരിക്കാനാണ് നമ്മൾ സാധാരണ ഒരു സെൻഡ് റെസീറ്റൊക്കെ ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റീഡ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ബ്ലൂ കളർ വരാറില്ല. അതാണ് സാധാരണ പറയുന്ന ഒരു റീഡ് റെസീറ്റിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ആയിട്ട് കണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് കളറായിരുന്നു, ഇപ്പോൾ അത് ഒരു ഡാർക്ക് ബ്ലൂ കളർ ആയിട്ടുണ്ട് റീഡ് റെസീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യും ഓൺ ചെയ്യും ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു സെറ്റിങ്സിൽ പോയിട്ട്. അപ്പോൾ എന്തായാലും ഏകദേശം നമുക്കൊരു വാട്സാപ്പിൻ്റെ ആ ഒരു ലുക്ക് ആൻഡ് ഫീലൊക്കെ തന്നെയാണ് ഈ ഒരു സന്ദേശ ആപ്പിലൂടെ ലഭിക്കുന്നത്. എന്നാൽ കൂടെ ഇടയ്ക്ക് ചിലപ്പോൾ സിങ്ക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. കറക്റ്റായിട്ട് നെറ്റ്വർക്ക് കണക്റ്റ് ആവാത്ത പോലെ എനിക്ക് ചെറിയ ഇഷ്യൂസ് തോന്നിയിരുന്നു കേട്ടോ. എന്നാൽ കൂടെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ഡെവലപ്പേഴ്സ് അതിൻ്റെ ക്രാഷസും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും തരക്കേടില്ലാത്ത ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു സന്ദേശ് ആപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ ബൈ.